ഈ ജ്ഞാനദേശികൻ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? വലിയൊരു കക്ഷിയായി ഇപ്പോൾ. പക്ഷെ അക്കാലത്ത് വെറും 14 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഏത് കാലത്ത്? നമ്മുടെ കേരളത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത്. ദേവികുളത്തായിരുന്നു ആദ്യ ഉപതെരഞ്ഞെടുപ്പ്. അതും ആദ്യ EMS സർക്കാരിൻ്റെ കാലത്ത് തന്നെ. നമുക്കറിയാമല്ലോ, EMS സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് എല്ലാ ലോകരാഷ്ട്രങ്ങൾ വരെ അതൊരു ഞെട്ടലായി ഉണ്ടാക്കിയ കാര്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിലൂടെ അധികാരത്തിലേറിയത്. അപ്പോൾ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നമുക്കറിയാം 2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രിസഭ നിലനിൽക്കുന്നത്. അതിനിടയിലാണ് റോസമ്മ പുന്നൂസിൻ്റെ, ദേവികുളത്ത് മത്സരിച്ച് MLA ആയി എത്തിയ ആദ്യത്തെ പ്രോട്ടൈം സ്പീക്കറായിരുന്ന റോസമ്മ പുന്നൂസിൻ്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നത്. അന്ന് BK നായർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്ന് അദ്ദേഹമാണ് കേസിന് പോയത്. അങ്ങനെ ഇലക്ഷൻ ട്രിബ്യൂണൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ വിധിക്കുന്നു. അങ്ങനെ 1958 ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുക. ഈ സമയത്ത് 2 പ്രധാനപ്പെട്ട ആളുകൾ അന്ന് CPIക്ക് വേണ്ടി പ്രചരണത്തിനെത്തി. MGR ആയിരുന്നു ഒരാൾ. അന്ന് DMK ആയിട്ട് CPM അലയൻസ് ഉണ്ട്. അങ്ങനെ MGRും വന്നു. അതിൻ്റെ കൂടെയാണ് ഈ ജ്ഞാനദേശികൻ എന്ന ഇളയരാജ പ്രചരണത്തിന് എത്തുന്നത്. അങ്ങനെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ പ്രചരണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും റോസമ്മ പുന്നൂസ് ജയിച്ചു. അന്ന് BK നായരെ ഏതാണ്ട് 7000-ലധികം വോട്ടുകൾക്ക് റോസമ്മ പുന്നൂസ് തോൽപ്പിക്കുകയും. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്.